Today we are going to discuss about the functions of the bank. The banks have two main functions, that is accepting deposits and giving loans. Loan activities of banks. Let us take the story of banks further. ബാങ്കിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ മുന്നോട്ട് ചർച്ച ചെയ്യുന്നത്. What do the banks do with the deposits which they accept from the public? ജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റ്സ് ബാങ്ക് എന്താണ് ചെയ്യുന്നത്? There is an interesting mechanism at work here. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബാങ്ക്സ് കീപ് ഓൺലി എ സ്മോൾ പ്രപ്പോർഷൻ ഓഫ് ദെയർ ഡെപ്പോസിറ്റ്സ് ആസ് ക്യാഷ് വിത്ത് ദംസെൽസ്. ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ ചെറിയൊരു ഭാഗമാണ് ബാങ്ക്സ് ലിക്വിഡ് ക്യാഷായിട്ട് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാക്കി ലയൺ ഷെയർ ഓഫ് ദ ഡെപ്പോസിറ്റ്സും ബാങ്ക് മറ്റുള്ളവർക്ക് ലോൺ ആയിട്ടാണ് കൊടുക്കുന്നത്. So banks keep only a small proportion of their deposits as cash with themselves. That is called the cash reserve ratio, CRR. Cash reserve ratio എത്ര ശതമാനം ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർസെൻറ്റേജ് 2% to 15% എത്ര പെർസെൻറ്റ് ഫിക്സ് ചെയ്യുന്നോ അത് എല്ലാ ബാങ്ക്സും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിന് സർപ്രൈസ് ചെക്കിംഗ് ബൈ ദ RBI ക്യാൻ ബി മെയ്ഡ്. ഫോർ എക്സാമ്പിൾ, ബാങ്ക്സ് ഇൻ ഇന്ത്യ ദീസ് ഡേയ്സ് ഹോൾഡ് അബൌട്ട് 15% ഓഫ് ദെയർ ഡെപ്പോസിറ്റ്സ് ആസ് ക്യാഷ്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ പ്രകാരം 15% ആണ് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ എത്ര ഡെപ്പോസിറ്റ് കിട്ടുന്നോ അതിൻ്റെ 15% ലിക്വിഡ് ക്യാഷായിട്ട് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി 85% ആവശ്യക്കാർക്ക് ലോൺ ഇൻട്രസ്റ്റിന് കൊടുത്തിരിക്കും. അപ്പോൾ റിമൈനിങ് 85% ഈസ് ഗിവൺ ആസ് ലോൺസ് ഫോർ ഇൻട്രസ്റ്റ്. ദിസ് ഈസ് കെപ്റ്റ് ആസ് എ പ്രൊവിഷൻ ടു പേ ദ ഡെപ്പോസിറ്റേഴ്സ് who might come to withdraw money from the bank on any given day. അപ്പോൾ കിട്ടുന്ന ഓരോ ഡെപ്പോസിറ്റിൻ്റെയും 15% വെച്ച് ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് ഡേയ്സിൽ ഏതെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റേഴ്സ് അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് മണി വിഡ്രോയലിനായിട്ട് വരുവാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാ നാഷണലൈസ്ഡ് ബാങ്ക്സും കിട്ടുന്ന ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റ് ലിക്വിഡ് ക്യാഷായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സിൻസ് on any particular day only some of its many depositors come to withdraw cash, the bank is able to manage with this cash. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ഡെപ്പോസിറ്റേഴ്സും കൂടെ ഒരുമിച്ച് വന്ന് പൈസ വിഡ്രോ ചെയ്താൽ അതൊരിക്കലും നടക്കത്തില്ല. അപ്പം മിക്ക ദിവസങ്ങളിലും കുറച്ച് കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ പൈസ വിഡ്രോ ചെയ്യാനായിട്ട് വരുന്നത്. ബിക്കോസ് മോസ്റ്റ്ലി ദ ഡെപ്പോസിറ്റേഴ്സ് are depositing the money for long duration, short term duration or long term duration ആണ്. അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും കൂടെ പണം പിൻവലിക്കാനായിട്ട് വരാറില്ല. അത് ആപ്ലിക്കബിൾ ആണ് ഓൺലി ഫോർ ദ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ ഇട്ടിരിക്കുന്ന പൈസ ഏത് നിമിഷവും പിൻവലിക്കുന്നത് കൊണ്ട് ആ പൈസ ആർക്കും എടുത്ത് ലോൺ കൊടുക്കത്തില്ല. അതിൽ നിന്നും ബാങ്കിന് ലാഭമില്ലാത്തത് കൊണ്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റ് നടത്തുന്ന ഡെപ്പോസിറ്റേഴ്സിനും ബാങ്ക്സ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാറില്ല. ഷോർട്ട് ടേം ഡെപ്പോസിറ്റും ലോങ് ടേം ഡെപ്പോസിറ്റായിട്ട് മണി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റേഴ്സിന് മാത്രമേ ബാങ്ക്സ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ബാങ്ക്സ് യൂസ് ദ മേജർ പോർഷൻ ഓഫ് ദെയർ ഡെപ്പോസിറ്റ് ടു എക്സ്റ്റെൻഡ് ലോൺസ്. ബാങ്കിന് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ നല്ലൊരു ഭാഗവും ബാങ്ക് ലോൺ കൊടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദർ ഈസ് എ ഹ്യൂജ് ഡിമാൻഡ് ഫോർ ലോൺസ് ഫോർ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ എല്ലാവർക്കും പല പല ആവശ്യങ്ങൾക്കായിട്ട് ലോൺ ആവശ്യമാണ്. പല രീതിയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിന് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഏത് ആക്ടിവിറ്റീസിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോൺസ് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും പല പർപ്പസിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. We shall read more about this in the following sections. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും കൂടുതൽ അടുത്ത സെക്ഷനിൽ വായിക്കും.
Banks make use of the deposits to meet the loan requirements of the people. ബാങ്കിന് കിട്ടുന്ന ഡെപ്പോസിറ്റ്സ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് വേ ബാങ്ക്സ് മീഡിയേറ്റ് ബിറ്റ്വീൻ ദോസ് ഹു ഹാവ് സർപ്ലസ് ഫണ്ട്സ്, ദ ഡെപ്പോസിറ്റേഴ്സ്, ആൻഡ് ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ദീസ് ഫണ്ട്സ്, ദ ബോറോവേഴ്സ്. അതുകൊണ്ട് ബാങ്ക്സ് ആക്ച്വലി ഈസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ ഹാവ്സ് ആൻഡ് ദ ഹാവ് നോട്ട്സ്. ദോസ് ഹു ഹാവ് എക്സസ് മണി അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഫിക്സ് ചെയ്യാറുണ്ട്. ആൻഡ് ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് മണി ദേ ആർ അപ്രോച്ചിങ് ദ ബാങ്ക്സ് ടു ടേക്ക് ദ ലോൺസ്. പണം ആവശ്യമുള്ളവർ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ബാങ്ക്സിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള ലോൺ അവർ എടുക്കാറുണ്ട്. Banks charge a higher interest rate on loans than what they offer on deposits. The difference between what is charged from borrowers and what is paid to depositors is their main source of income. But what is the main source of income of the bank എന്ന് ചോദിച്ചാൽ the difference between the rate of interest charged on borrowers and the rate of interest given to the depositors. ബാങ്ക് ലോണിന് ഹയർ എമൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബാങ്ക്സ് ലോണിന് ചാർജ് ചെയ്യുന്നത് ചിലപ്പം 15% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കാം. ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്നത് വെറും 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ 15-ൽ നിന്നും 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 10% ഈസ് ദ ഇൻകം ഓഫ് ദ ബാങ്ക്. വൈ ദ ബാങ്ക് ഈസ് ടേക്കിംഗ് ദ ലയൺ ഷെയർ ഓഫ് ഇൻട്രസ്റ്റ്? ബിക്കോസ് ദ ബാങ്ക്സ് ആർ ആക്ച്വലി ടേക്കിംഗ് ദ റിസ്ക്. ബോറോവേഴ്സിൻ്റെയും ഡെപ്പോസിറ്റേഴ്സിൻ്റെയും മീഡിയേറ്ററായിട്ട് ബാങ്ക് നിൽക്കുന്നതിൻ്റെ സർവീസ് ചാർജായിട്ടാണ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കളക്ട് ചെയ്യുന്നത്. ഡെപ്പോസിറ്റേഴ്സ് മണി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് അണ്ടർടേക്കിംഗ് എനി റിസ്ക്. ദാറ്റ് ഈസ് 100% ഗ്യാരൻറ്റി ഫോർ ദ മണി ദേ ഹാവ് ഡെപ്പോസിറ്റഡ് ഇൻ ദ നാഷണലൈസ്ഡ് ബാങ്ക്സ്, ബിക്കോസ് ഓൾ ദ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ RBI. നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ നാഷണലൈസ്ഡ് ബാങ്ക്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 100% ഗ്യാരൻറ്റി നമുക്ക് RBI തരുന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു റിസ്ക്കും അണ്ടർടേക്ക് ചെയ്യുന്നില്ല. ബാങ്കിന് റോബറി, തെഫ്റ്റ്, നാച്ചുറൽ കലാമിറ്റി എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നമ്മുടെ പണം സേഫായിട്ട് RBI തരുന്നതായിരിക്കും. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് ഒരു കാരണവശാലും ഒരു റിസ്ക്കും എടുക്കുന്നില്ല by depositing the money in the nationalized banks. അതുകൊണ്ട് ബോറോവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ നല്ലൊരു ഭാഗവും ബാങ്കിനാണ് പ്രോഫിറ്റായിട്ട് പോകുന്നത്. ബാങ്ക്സ് റിസ്ക് എടുത്തിട്ടാണ് ഈ ലോൺ ബോറോവേഴ്സിന് കൊടുക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഈ പൈസ തിരിച്ച് കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ബാങ്കാണ് ഫേസ് ചെയ്യുന്നത്. ബാങ്ക്സ് ആണ് ആ ഒരു റിസ്ക് അണ്ടർടേക്ക് ചെയ്യുന്നത്. So for bearing risk, the banks are getting lion's share of profit. Okay, thank you.